ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ 85 പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആരംഭിക്കാൻ കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതിയിൽ 100 ദിന തീവ്രയജ്ഞ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്തെ വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഗോത്രവിഭാഗ വിദ്യാർത്ഥികളെ ദൃശ്യ സാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കാൻ ആവിഷ്കരിച്ച കിനാവു പദ്ധതി രാവിലെ മന്ത്രി വി. ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FCയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ 85 പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആരംഭിക്കാൻ കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി. ഇതിന് 5872 കോടിയിൽ പരം രൂപ ചെലവ് വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്. രാജ്യത്തെ 82,560 വിദ്യാർത്ഥികൾക്ക് പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങളിലൂടെ മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ കഴിയുമെന്ന് മന്ത്രിസഭാ യോഗത്തിനു ശേഷം അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. തീരുമാനത്തിന്റെ ഭാഗമായി 5388 സ്ഥിര തസ്തികകൾ സൃഷ്ടിക്കാനും കഴിയും. രാജ്യത്തെ 1253 കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ 13,56,000 പരം വിദ്യാർത്ഥികൾക്ക് പഠനാവസരം ലഭിക്കുന്നുണ്ട്. മോസ്കോയിലും കാഠ്മണ്ഡുവിലും ടെഹ്റാനിലുമായി 3 കേന്ദ്രീയ വിദ്യാലയങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. നവോദയ സ്കൂളുകളില്ലാത്ത 28 ജില്ലകളിൽ പുതിയ സ്കൂളുകൾ തുടങ്ങുമെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. 15,680 വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. പുതുതായി 1316 തസ്തികകൾ ഇതിലൂടെ ഉണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇതിന് 2360 കോടിയോളം രൂപ വേണ്ടിവരുമെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പുതുതായി ആരംഭിച്ച കേന്ദ്രീയ വിദ്യാലയങ്ങളും നവോദയ വിദ്യാലയങ്ങളും PM ശ്രീ സ്കൂളുകൾ എന്നായിരിക്കും അറിയപ്പെടുക. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി 100 ദിന തീവ്രയജ്ഞ പരിപാടിക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഇന്ന് ഹരിയാനയിലെ പഞ്ച്കുളയിൽ തുടക്കം കുറിക്കും. 33 സംസ്ഥാനങ്ങളിലെ 347 ജില്ലകളിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ TB മുക്ത ഭാരതം എന്ന ലക്ഷ്യം നേടിയെടുക്കാനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ 100 ദിന തീവ്രയജ്ഞ പരിപാടി മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്യും. ഗൃഹസന്ദർശനത്തിലൂടെയും ക്യാമ്പുകളിലൂടെയും പരമാവധി ക്ഷയരോഗികളെ കണ്ടെത്തി ചികിത്സിക്കാനാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. കാർഷികോൽപ്പന്നങ്ങൾക്ക് ഉൽപാദന ചെലവിന്റെ 50% അധിക തുക കുറഞ്ഞ താങ്ങുവിലയായി ഗവൺമെന്റ് നിശ്ചയിക്കുമെന്ന് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ രാജ്യസഭയിൽ വ്യക്തമാക്കി. ഈ തുകയ്ക്ക് കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഗവൺമെന്റ് സംഭരിക്കുമെന്നും ചൌഹാൻ സഭയെ അറിയിച്ചു. ആംഗ്യഭാഷയ്ക്കായി 24 മണിക്കൂറും DTHൽ ലഭ്യമാകുന്ന PM-eവിദ്യ ചാനൽ ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നാടിന് സമർപ്പിച്ചു. ആംഗ്യഭാഷയുടെ പ്രോത്സാഹനത്തിനും അതിനെ ഒരു ഭാഷയും വിഷയവുമായി മാറ്റാനും ലക്ഷ്യമിട്ടാണ് ചാനൽ ആരംഭിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ഫേഞ്ചൽ ചുഴലിക്കാറ്റ് ദുരിതാശ്വാസ സഹായമായി തമിഴ്നാടിന് ആഭ്യന്തര മന്ത്രാലയം 944 കോടി 80 ലക്ഷം രൂപ അനുവദിച്ചു. കേന്ദ്ര അന്തർ മന്ത്രിതല സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ സഹായം നൽകുമെന്നും മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. സംസ്ഥാനത്തെ വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. അതിന് തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് UDF നേതൃത്വം നൽകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ ഇന്ന് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തുമെന്ന് KPCC ജനറൽ സെക്രട്ടറി M. ലിജു അറിയിച്ചു. സംസ്ഥാനത്തെ KSEB ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര ഊർജ്ജ നൈപുണ്യ കൌൺസിലുമായി KSEB ധാരണാപത്രം ഒപ്പുവെച്ചു. ഇതിന്റെ ഭാഗമായി 2500ഓളം ജീവനക്കാർക്ക് ഈ മാസം മുതൽ 12 ദിവസത്തെ 90 മണിക്കൂർ സുരക്ഷാ പരിശീലനം ലഭ്യമാക്കും. രാജ്യത്തെ അന്തർ സംസ്ഥാന കുടിയേറ്റത്തെപ്പറ്റി ഗൌരവമായ പഠനം ആവശ്യമാണെന്ന് മഹാത്മാഗാന്ധി സർവകലാശാല സംഘടിപ്പിച്ച ദ്വിദിന സെമിനാറിൽ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. കുടിയേറ്റത്തെക്കുറിച്ച് ആധികാരികമായ കണക്കുകളോ പരാമർശങ്ങളോ ദേശീയ നയരേഖകളിലും കണക്കെടുപ്പുകളിലും ഇല്ലെന്ന് അവർ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗോത്രവിഭാഗ വിദ്യാർത്ഥികളെ ദൃശ്യ സാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കാൻ ആവിഷ്കരിച്ച കിനാവ് പദ്ധതി മന്ത്രി വി. ശിവൻകുട്ടി തിരുവനന്തപുരത്ത് രാവിലെ ഉദ്ഘാടനം ചെയ്യും. കട്ടേല മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ് ഉദ്ഘാടന ചടങ്ങ്. 100 വിദ്യാർത്ഥികൾക്ക് ക്യാമറ, എഡിറ്റിംഗ്, ഗ്രാഫിക്സ്, ആനിമേഷൻ തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകും. ഇതോടൊപ്പം നടപ്പാക്കുന്ന ട്രെൻഡ് പദ്ധതിയിൽ ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണത്തിൽ പ്രാപ്തരായ അധ്യാപകരുടെ പൂൾ ഓരോ ജില്ലയിലും ലഭ്യമാക്കും.
ITIകളിലെ ഷിഫ്റ്റ് സമയം പുനഃക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ട്രെയിനിംഗ് ഡയറക്ടറെ മന്ത്രി വി ശിവൻകുട്ടി ചുമതലപ്പെടുത്തി. ITIകളിലെ ട്രെയിനികൾക്ക് എല്ലാ ശനിയാഴ്ചയും അവധി നൽകാനും ഇതിലൂടെ നഷ്ടമാകുന്ന പഠന സമയം തിരിച്ചുപിടിക്കാൻ ഷിഫ്റ്റുകളുടെ സമയക്രമം പുനർനിശ്ചയിച്ചും ഗവൺമെന്റ് ഉത്തരവ് നൽകിയിരുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ ചർച്ച ചെയ്യുന്ന സംസ്ഥാനത്തെ ആദ്യ അന്താരാഷ്ട്ര കോൺക്ലേവിന്റെ 2ാം പതിപ്പ് നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. 3 ദിവസത്തെ കോൺക്ലേവ് നിർമ്മിത ബുദ്ധിയുടെ ശേഷി വ്യത്യസ്ത മേഖലകളിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ചർച്ച ചെയ്യും. റോമൻ കത്തോലിക്ക സഭയിലെ കർദിനാളായി മലയാളിയായ ഡോക്ടർ ജോർജ് കൂവക്കാട്ട് ഇന്ന് അഭിഷിക്തനാകും. കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യുവിന്റെ റിപ്പോർട്ട്. ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 8:30 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മാർ ജോർജ് കൂവക്കാട്ടിനെ കർദിനാളിന്റെ സ്ഥാനചിഹ്നങ്ങൾ അണിയിക്കും. മാർ കൂവക്കാട്ട് ഉൾപ്പെടെ 21 പേരാണ് കർദിനാൾമാരായി ഇന്ന് സ്ഥാനമേൽക്കുക. തുടർന്ന് നവകർദിനാൾമാർ മാർപ്പാപ്പയെ വത്തിക്കാൻ കൊട്ടാരത്തിൽ സന്ദർശിച്ച് ആശീർവാദം വാങ്ങും. ഇന്ന് ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 1 മണിക്ക് നവകർദിനാൾമാർ മാർപ്പാപ്പയോടൊപ്പം വിശുദ്ധ കുർബാന അർപ്പിക്കും. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ സ്വദേശിയായ മാർ ജോർജ് കൂവക്കാട്ട് മെത്രാൻ പദവിയിലെത്താതെ കർദിനാളായി ഉയർത്തപ്പെട്ട ആദ്യ വ്യക്തിയാണ്. കണ്ണൂർ ഇരിട്ടി എടൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയെ ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയാണ് പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി 2ാം ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ചിൽ 1-86 എന്ന നിലയിൽ ഓസ്ട്രേലിയ അഡലേഡ് ഓവലിൽ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് രാവിലെ പുനരാരംഭിക്കും. 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 180 റൺസ് എടുത്തിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 7:30 ബംഗളൂരു ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ചെന്നൈയിൻ FC ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വൈകിട്ട് 5-ന് ചെന്നൈയിലാണ് മത്സരം. ഇന്നലെ പഞ്ചാബ് FC മുഹമ്മദൻസ് SCയെ പരാജയപ്പെടുത്തി. ന്യൂഡൽഹിയിലെ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളിനാണ് പഞ്ചാബിന്റെ വിജയം. ഐ ലീഗ് 2ാം ഹോം മത്സരത്തിൽ ഗോകുലം കേരള ഇന്ന് ഗോവ ചർച്ചിൽ ബ്രദേഴ്സ് FCയെ നേരിടും. വൈകിട്ട് 7-ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. 3 മത്സരങ്ങൾ കളിച്ച ഗോകുലം 5 പോയിന്റുമായി 6ാം സ്ഥാനത്താണ്. അണ്ടർ 19 ഏഷ്യാകപ്പ് ഏകദിന ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. രാവിലെ 10:30 ദുബായിൽ മത്സരം ആരംഭിക്കുന്നത്. ബംഗ്ലാദേശാണ് നിലവിൽ ചാമ്പ്യന്മാർ. ശ്രീലങ്കയെ 7 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. കണ്ണൂർ സർവകലാശാല കായികമേള രാവിലെ മാങ്ങാട്ടുപറമ്പ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്യും. 63 കോളേജുകളിൽ നിന്ന് 1000-ലേറെ അത്ലറ്റുകൾ 2 ദിവസത്തെ കായികമേളയിൽ പങ്കെടുക്കും. നീലേശ്വരം നഗരസഭയും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ചേർന്ന് സംഘടിപ്പിക്കുന്ന കേരളോത്സവം 2024 മുനിസിപ്പൽ തല മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ഈ മാസം 15 വരെ ചിറപ്പുരം നഗരസഭാ സ്റ്റേഡിയത്തിലും പുത്തിരിയടുക്കം EMS സ്റ്റേഡിയത്തിലും മറ്റ് വേദികളിലുമായാണ് മത്സരങ്ങൾ. കലാമത്സരങ്ങൾ കടിഞ്ഞിമൂല EMS മന്ദിരത്തിലാണ്. 2 ലക്ഷത്തോളം രൂപ വില വരുന്ന മയക്കുമരുന്നുമായി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ പിടിയിലായി. 38 ഗ്രാമിലേറെ മെത്താംഫെറ്റമിനുമായി പേരാമംഗലം സ്വദേശി നിഖിലാണ് പിടിയിലായത്. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ സ്കൂളുകളുടെയും റോഡുകളുടെയും നിർമ്മാണത്തിനും ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ, സ്പോർട്സ് കെട്ടിട സമുച്ചയം എന്നിവയുടെ നിർമ്മാണത്തിനും 17 കോടിയോളം രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. ചെമ്പരിക്ക, മാണിമൂല ഗവൺമെന്റ് LP സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് 3 കോടിയോളം രൂപ ലഭിക്കും. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1,13 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കേരള ലളിതകലാ അക്കാദമി ഗവൺമെന്റ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന സ്കൂൾ ആർട്ട് ഗാലറി പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ രാവിലെ കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കും. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ഏകദിന ചിത്രകലാ ക്യാമ്പും കലാപരിശീലന ക്ലാസും നടത്തും. കോഴിക്കോട് എലത്തൂരിലെ HPCLിലുണ്ടായ ഡീസൽ ചോർച്ച ഇന്ധനം നിറയ്ക്കുന്നതിനിടെയുണ്ടായ സെൻസർ ഗേജ് തകരാറ് മൂലമാണെന്ന് കോഴിക്കോട് ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം കണ്ടെത്തി. 1500 ലിറ്റർ ഇന്ധനമാണ് ചോർന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ 85 പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആരംഭിക്കാൻ കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതിയിൽ 100 ദിന തീവ്രയജ്ഞ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്തെ വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗോത്ര വിഭാഗ വിദ്യാർത്ഥികളെ ദൃശ്യ സാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കാൻ ആവിഷ്കരിച്ച കിനാവു പദ്ധതി രാവിലെ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.